ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ സൂമിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ദൈവജനം ശുശ്രൂഷിക്കും. ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മ ഈ പകലും ലീഡ് ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ സന്നിയങ്കില്, തന്റെ കുടുംബം, വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൽ ബഹുമാന്യ ദൈവദാസ്, ദൈവദാസിമാർ, ദൈവസഭയിലെ ഓരോ ദൈവമക്കൾക്ക് സൂമിൽ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാം. മുഖവരകൾ ഒട്ടും ദീർഘമാക്കാതെ കർത്താവിന്റെ ആത്മാവിന്റെ ഹൃദയത്തിനകത്ത് ഈ പകൽ നിങ്ങളോട് പറയുവാൻ പ്രകാശിപ്പിച്ച് ദൈവജന ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ സത്യത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 9, 10, 11 അതിനെ തുടർന്ന് 21-ാം വാക്യം കൂടെ ആണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിന്റെ വചനം. ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ എല്ലാവരും ആ വാക്യം ശ്രദ്ധിക്കണം. ഞാൻ തന്നെ വായിച്ച് മുൻപോട്ട് പോകാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. 21-ാം വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നു. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് എനിക്ക് ലഭ്യമായ സമയത്തിനകത്ത് ഒരു സന്ദേശം പറയാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നാം വായിച്ച ദൈവത്തിന്റെ വചനം എല്ലാവർക്കും പരിചയമുള്ള ദൈവജനമാണ്. നാം പലപ്പോഴായി ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ച് ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. നാം തന്നെ ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും വ്യത്യസ്തമായ ചില ദൈവശബ്ദങ്ങൾ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ പകൽ പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ദൈവസഭയുടെ സ്ഥാപനവും ഫിലിപ്പിയ ലേഖനത്തിന്റെ സവിശേഷതയും പിന്നീട് പൗലൂസിന്റെ ഹൃദയത്തിനകത്ത് ആളിക്കത്തിയ 6 ആഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 1, ഫിലിപ്പിയ ദൈവസഭയുടെ സ്ഥാപനം. 2, ഫിലിപ്പിയ ലേഖനത്തിന്റെ സവിശേഷത. 3, പൗലൂസിന്റെ ഹൃദയത്തിനകത്ത് ആളിക്കത്തിപ്പടർന്ന 6 ആഗ്രഹങ്ങൾ. ഫിലിപ്പിയ ദൈവസഭയുടെ സ്ഥാപനം. അപ്പോസ്തലനായ പൗലൂസിന്റെ 2ാമത്തെ പ്രേക്ഷിത യാത്രയിൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ് ഫിലിപ്പിയിലുള്ള ദൈവസഭ. അപ്പോസ്തലനായ പൗലൂസിന്റെ 2ാമത്തെ സുവിശേഷ യാത്ര ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന്. 16-ാം അധ്യായത്തിന്റെ പ്രാരംഭ വേദവാക്യങ്ങളിൽ തിമോഥെയോസിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിശേഷമായ രീതിയിൽ വേർതിരിച്ച് പിന്നീട് 2ാം സുവിശേഷ യാത്രയിലേക്ക് അവർ പ്രവേശിക്കുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫുഗയിലും ഗലാത്യ ദേശങ്ങളിൽ സഞ്ചരിച്ച് മിസ്രയീമിലെത്തി. അവിടുന്ന് ബിഥുന്യക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഞാനൊരു പ്രാവശ്യം കൂടെ ആ വാക്യം ഒന്ന് എടുത്ത് ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ആ വാക്യം നന്നായി ശ്രദ്ധിക്കണം. അവർ ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫുഗയിലും ഗലാത്യ ദേശങ്ങളിൽ സഞ്ചരിച്ച് മിസ്രയീമിലെത്തി. അവിടുന്ന് ബിഥുന്യക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഈ വാക്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ
ഇവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രണ്ട് പ്രവർത്തികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, പരിശുദ്ധാത്മാവ് വിലക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് വിലക്കുന്നു, പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകൾക്ക് ശേഷം, യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ അളവിലാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന രണ്ടു വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വേഗത്തിൽ കൊണ്ടുവരാം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിന്റെ ബി പാർട്ട്, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർപ്പി. അപ്പോൾ ഈ രണ്ടു വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ശക്തി എന്ന നിലയിലാണ്. ശക്തി എന്ന നിലയിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അപ്പോൾ ഈ രണ്ടു വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ശക്തി എന്ന നിലയിലാണ്. എങ്കിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ അണച്ചിരുത്തി അവരുടെ മുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവിടെ യേശു പറയുന്ന വാക്യങ്ങൾ നാം പലപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. 16-13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇവിടെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ശക്തി എന്ന നിലയിലല്ല. നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധിച്ചു വായിച്ച് മനസ്സിലാകും. യേശു പറയുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ. അപ്പോൾ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പഠിപ്പിക്കുമ്പോൾ പ്രയോഗിക്കുന്ന പദം അവൻ എന്നൊരു പദമാണ്. എന്ന് വെച്ചാൽ സ്തോത്രം, പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് യേശു വെളിപ്പെടുത്തുകയാണ്. അപ്പോ നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വം കൂടെയുണ്ട്. പിതാവായ ദൈവത്തിന് ഒരു വ്യക്തിത്വം ഉള്ളതുപോലെ, കർത്താവായ യേശുക്രിസ്തുവിന് ഒരു വ്യക്തിത്വം ഉള്ളതുപോലെ, നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനും ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ, മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്നുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന രണ്ട് ശുശ്രൂഷ, ഒന്ന് വിലക്കുന്നു, രണ്ട് സമ്മതിക്കുന്നില്ല. ഒന്ന് വിലക്കുന്നു, രണ്ട് സമ്മതിക്കുന്നില്ല. ഇനി സ്തോത്രം, എഫേസ്യ ലേഖനം 5:18 വാക്യം നിങ്ങൾക്ക് പരിചയമാണ്. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും കീർത്തനം ചെയ്തും എന്ന് എഫെസോസിലുള്ള ദൈവസഭയ്ക്ക് പൗലൂസ് ലേഖനം എഴുതി കൊടുക്കുകയാണ്. എഫെസോസിലെ ദൈവമക്കളോട് പൗലൂസ് പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ ഉണ്ടാകുന്നത് നല്ല നടപ്പല്ല, ദുർനടപ്പ. ഇന്നലെ സഭയോട് പൗലൂസ് പറയുന്നു, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാ, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യണം. ഇവിടെ ആത്മനിറവ് കൊണ്ട് എന്താ പൗലൂസ് അർത്ഥമാക്കുന്നത്? തുള്ളുക, ചാടുക, ഉറക്കെ ഹല്ലേലൂയ പറയുക, ഉറക്കെ അന്യഭാഷ പറയുക എന്നതാണോ? ആത്മനിറവ് വരുമ്പോ തുള്ളും, ചാടും, ഉറക്കെ ഹല്ലേലൂയ പറയും, ഉറക്കെ ദൈവത്തെ സ്തുതിക്കും. പക്ഷെ ആത്മനിറവ് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ആത്മനിയന്ത്രണത്തിലാകുക എന്നുള്ളതാണ്. ആത്മ നിയന്ത്രണത്തിലാകുക. അതുകൊണ്ടാണ് ഗലാത്യർ 5:16 വീണ്ടും പൗലൂസ് പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്ന ജഡത്തിന്റെ മോഹം നിങ്ങൾ നിവർത്തിക്കുകയില്ല. അപ്പോൾ ആത്മനിറവെന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ആത്മാവിൽ നിയന്ത്രിതരാകുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, പൗലൂസിനെ ആത്മാവ് വിലക്കി. പൗലൂസ് ബിദുന്നിക്ക് പോകണ്ടെന്ന് ആത്മാവ് സമ്മതിച്ചില്ല.
ഈ രണ്ടു മേഖലയ്ക്കകത്തും ഭക്തൻ ചാടിക്കിടന്നോ, അതിനെ കുതറിമാറിയോ? ആത്മാവിന്റെ വിലക്കുകൾക്ക് സ്തോത്രം താൻ കുതറിമാറുകയോ ആത്മാവിന്റെ വിലക്കുകളെ ചാടിക്കിടക്കുകയോ ചെയ്തില്ല. ആത്മാവ് വിലക്കിയപ്പോൾ, ആത്മാവ് സമ്മതിക്കാതെ വന്നപ്പോൾ, ഇത് രണ്ടും താൻ അങ്ങ് കീഴ്പ്പെട്ട് ത്രോവാസിൽ താൻ വിശ്രമിക്കുന്ന സമയത്ത് ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം ഇങ്ങനെയാണ്: മക്കദോന്യക്കാരന്റെ പുരുഷൻ തന്നെ കൈകാട്ടി വിളിക്കുന്ന ഒരു ദൈവിക ദർശനം. ആ ദർശനം അനുസരിച്ച് താൻ യൂറോപ്പിലേക്ക്, ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ യൂറോപ്പിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ഫിലിപ്പിയ എന്ന് പറയുന്ന നഗരിയിലേക്ക് തന്റെ ശുശ്രൂഷ വഴിതിരിക്കുകയാണ്. അതിനകത്തൊരു സന്ദേശം ഞാൻ പറഞ്ഞിട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുക. ആത്മാവിന്റെ വിലക്കുകൾക്ക് നാം കീഴ്പ്പെട്ട, ആത്മാവ് സമ്മതിക്കാത്ത അനുഭവത്തിൽ നാം ഒന്ന് കീഴ്പ്പെട്ടിരുന്നാൽ, ഒരുപക്ഷെ ആസിയിൽ ഒരു വഴിയടയുമായിരിക്കാം, ബിഥുനിയിലും ഒരു വഴിയടയുമായിരിക്കാം. പക്ഷെ ഇനി തുറക്കാൻ പോകുന്ന വഴി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, നിരൂപിക്കാൻ പോലും കഴിയാത്ത അത്ഭുത വഴി തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറയാം. ഞാൻ ഇങ്ങനെ വ്യക്തമാക്കാം. ഞാൻ താമസിക്കുന്നത് കോട്ടയത്ത് പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതുപ്പള്ളിയിൽ പ്രസംഗിക്കണമെന്ന് ആത്മാവ് വിലക്കിയാൽ, കോട്ടയത്തേക്ക് പോകണ്ടെന്ന് ആത്മാവ് സമ്മതിക്കാതെ വന്നാൽ, ഒരുപക്ഷെ പുതുപ്പള്ളിയിൽ ഒരു വേദിയടയുമായിരിക്കാം, കോട്ടയത്തും ഒരു വാതിലടയുമായിരിക്കാം. പക്ഷെ നാം ഈ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്ക് കീഴ്പ്പെട്ടാൽ ഇനി നമുക്ക് തുറക്കാൻ പോകുന്ന വാതിലുകൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത അത്ഭുത വഴി തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന രാമൻ പറ. ആത്മാവിന്റെ വിലക്കുകൾക്ക് കീഴ്പ്പെട്ടാൽ, ആത്മാവ് സമ്മതിക്കാത്ത അനുഭവത്തിൽ കീഴ്പ്പെട്ടാൽ, നാം ആരും പരാജയയുടെ ദൃഷ്ടിയിൽ തള്ളപ്പെടുകയല്ല. നാമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തരായ ജയാളി എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു വാക്യങ്ങളുടെ പറഞ്ഞ വചനത്തെ ഉറപ്പിക്കാം. നിങ്ങൾ ആ വാക്യങ്ങൾക്കെല്ലാം ആമേൻ പറയണം. ശമരിയ പട്ടണത്തിനകത്ത് ഉണർവിന്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. ശമരിയ പട്ടണത്തിനകത്ത് ഉണർവിന്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന് വക്താവായി നിൽക്കുന്ന മനുഷ്യന്റെ പേരാണ് ഫിലിപ്പോസ്. ശമരിയിൽ ഉണർവുണ്ടാകുന്നു. യെരുശലേമിലെ സഭയിൽ പീഡയുണ്ടാകുന്നു. അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോകുന്നു. മേശമേ ശുശ്രൂഷിപ്പാൻ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്ത 7 വ്യക്തികളിൽ ശ്രേഷ്ഠരായ 2 വ്യക്തികൾ, സ്തെഫാനോസ്, 2 ഫിലിപ്പോസ്. ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ വന്ന സ്ഥലത്തിന്റെ പേരാണ് ശമരിയ. ആ ശമരിയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പോസ് പ്രസംഗിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച ആ ദേശത്ത് അനേകർ വിടിവിക്കപ്പെട്ടു, അനേകം മന്ത്രവാദികൾ വിടിവിക്കപ്പെട്ടു, അനേക രോഗികൾ സൗഖ്യമായി. വേദപുസ്തകം പറയുന്നത് ആ പട്ടണത്തിനകത്ത് മഹാസന്തോഷം ഉണ്ടായിരുന്ന, മഹാസന്തോഷം. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചത് മുഖാന്തരം ശമരിയ എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഗതിയതയും തിരിച്ച് ആ പട്ടണത്തിൽ മഹാസന്തോഷം ഉണ്ടായി. മഹാസന്തോഷം ഇങ്ങനെ അലയടിക്കുന്ന സമയത്താണ് സ്തോത്രം ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, ഫിലിപ്പോസെ, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശത്തേക്ക് പോകണം. ഈ വാക്ക് കേട്ടപ്പോൾ ഫിലിപ്പോസ് സംശയിച്ചോ? ആ വാക്കിനെ ശാസിച്ചോ? ഭത്സിച്ചോ? ഒരു പ്രവാചകനെ വിളിച്ച് ദൂത് ക്ലിയർ ആണെന്ന് നോക്കിയോ? ഇല്ല. ഫിലിപ്പോസിന് മനസ്സിലായി ഇടപെടുന്നത് ദൂതനാ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ആത്മനിറവിൽ സഞ്ചരിച്ചാൽ മാനുഷിക ശബ്ദവും പൈശാചിക ശബ്ദവും ദൈവശബ്ദവും നിങ്ങൾക്ക് വക തിരിച്ചു മനസ്സിലാക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മനിറവിലാ സഞ്ചരിക്കുന്നെങ്കിൽ മാനുഷിക ശബ്ദവും പൈശാചിക ശബ്ദവും ദൈവത്തിന്റെ ശബ്ദവും വക തിരിച്ചു മനസ്സിലാക്കാൻ പറ്റും. ഇത് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗമെന്ന് അറിയിക്കുമ്പോ വീട്ടിലേക്ക് വന്നൊന്ന് പ്രാർത്ഥിച്ചു പോകണമെന്ന് സ്തോത്രം ആ വെളിച്ചപ്പാടത്തിയോട് പൗലൂസ് പറഞ്ഞില്ല. പൗലൂസ് പറഞ്ഞു, ഇത് പറഞ്ഞ സത്യമാണെങ്കിലും പറയിപ്പിച്ച് ദുരാത്മാവാ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം
സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവസഭ പ്രാർത്ഥിക്കണം. ശബ്ദങ്ങളെ വിവേചിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കപ്പെടണം. എല്ലാ ശബ്ദത്തിനും ആമേൻ പറയരുത്. എല്ലാ ശബ്ദത്തിനു മുമ്പിൽ നാം കീഴ്പ്പെട്ടു പോകരുത്. ദൈവ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ ഹൃദയ കണ്ണുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സ്വതം നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ സ്വതം പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പോസിന് മനസ്സിലായി ഇടപെടുന്നത് ദൂതനാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൂതൻ എന്താ പറഞ്ഞേ? ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ പോകുക. ഞാൻ പറഞ്ഞു ശമരിയിൽ ഉണർവിന്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. ശമരിയിൽ ഉണർവിന്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെഗാ ചർച്ചിനുള്ള എല്ലാ സാധ്യതയും എവിടെയുണ്ട്? ഇപ്പൊ ശമരിയിലുണ്ട്. ഒരു ചർച്ച അവിടെ അടിസ്ഥാനമിട്ടാൽ, അല്ലെങ്കിൽ ഒരു ചർച്ച, ഒരു പുതിയ പ്രവർത്തനം അവിടെ തുടങ്ങിയാൽ ആളുകൾ വന്നുകൂടും. കാരണം ശമരിയ പട്ടണത്തിനകത്ത് ഉണർവ് വളരെ ശക്തമായി വീശിയടിക്കുക. അപ്പോ ഒരു മെഗാ ചർച്ചിനുള്ള എല്ലാ സാധ്യതയും ശമരിയിൽ ഉള്ളപ്പോ തന്നെ ദൈവത്തിന്റെ വാക്ക് ഗസക്കുള്ള നിർജ്ജനമായ പ്രദേശത്തേക്ക് പോകണം. ഈ വാക്ക് ഫിലിപ്പോസ് അനുസരിച്ചു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് താൻ കാലെടുത്ത് വെക്കുമ്പോ ധാരാളം ചിന്തകൾ തന്റെ മനോമുഖരത്തിലൂടെ, ഹൃദയന്തര ഭാഗത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. കാരണം ഒരു മെഗാ ചർച്ചിലുള്ള എല്ലാ സാധ്യതയും ശമരിയിൽ കിടക്കുമ്പോ എന്തിനാണ് ദൈവമേ എന്നെ ഗസക്കുള്ള നിർജ്ജനമായ പ്രദേശത്തേക്ക് അയക്കുന്നത് എന്ന ധാരാളം ചിന്തകൾ തന്റെ ഹൃദയത്തിനകത്ത് പൊങ്ങി വന്നെങ്കിലും ആ ചിന്തകളെ മുഴുവൻ താൻ ആത്മാവിൽ പിടിച്ചടക്കി. കേൾക്കുന്നുണ്ടോ എല്ലാവരും? യേശുവിന് അധികാരമുള്ള നാമത്തിൽ താൻ ആത്മാവിൽ പിടിച്ചടക്കി ഗസക്കുള്ള നിർജ്ജനമായ സ്ഥലത്തേക്ക് താൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, 1, 2, 3, 4, 5, 6 സ്റ്റെപ്പ് വെച്ച് താൻ മുൻപോട്ട് നടന്നു നീങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ആ നിർജ്ജന പ്രദേശത്തെ പൊടിയെ പാറിപ്പറപ്പിച്ചുകൊണ്ട് ഒരു കൊടി വെച്ച രഥം ആ വഴിയിലൂടെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയുടെ സന്ദേശം പറയാൻ പോവാ. ആത്മനിയോഗങ്ങൾക്ക് നാം സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ നിർജ്ജന പ്രദേശത്തും രഥം വരുത്താൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചിലരോട് പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നാം കീഴ്പ്പെട്ട് മുൻപോട്ട് ഇറങ്ങിത്തിരിച്ചാൽ ഏത് നിർജ്ജനമെന്ന് പറയുന്ന ഇടത്തും നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലിനെ, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇന്ന് പകലും കഴിവുണ്ട്. ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറയാം. ദൈവശബ്ദം അനുസരിച്ചാണോ അബ്രഹാമേ, ഇസഹാക്കേ, മോറിയയുടെ മല നിങ്ങൾ ചവിട്ടിക്കരുന്നത്, നിങ്ങൾ തിരിച്ചിറങ്ങി വരുന്നത് മുഖം വാടിയവരെ പോലെയല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവിക കരുതൽ മോറിയയുടെ നെറുകയിൽ ദൈവം ഒരുക്കിയിരിക്കും. ദൈവശബ്ദം കേട്ടാണോ ശവപ്പറമ്പിലേക്ക്, അസ്ഥികളുടെ താഴ്വരയിലേക്ക് എഗസ്കേലെ ഇറങ്ങിപ്പോകുന്നത്? തിരിച്ചു വരുന്നത് നിരാശയോടെയല്ല, സൈന്യത്തിന്റെ താഴ്വരയാക്കാൻ ദൈവത്തിന് അതിനകത്ത് പദ്ധതിയുണ്ട്. ദൈവശബ്ദം അനുസരിച്ചാണോ നാം ഈ ദിവസങ്ങളിൽ സ്റ്റെപ്പ് വെക്കുന്നത്? ദൈവശബ്ദം അനുസരിച്ചാണോ നമ്മുടെ കാഴ്ചുവടുകൾ മുൻപോട്ട് വെക്കുന്നത്? തീർച്ചയായും നിർജ്ജനമെന്ന സ്ഥലത്തും അവിടെയും നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിർജ്ജന പ്രദേശത്തൂടെ ഒരു രഥം വരികയാണ്. രഥം വരുമ്പോൾ ആ രഥത്തിലിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. എത്യോപ്യയിലെ ധനകാര്യ മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ ആ രഥത്തിലുണ്ട്. ഇനി നിങ്ങൾ കേട്ടോണം, ആദ്യം നിർജ്ജന പ്രദേശത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറയും ദൂതന. പക്ഷേ പിന്നീട് വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ ഫിലിപ്പോസിനോട് ഇടപെടുന്ന ദൂതനല്ല, ആത്മാവ, പരിശുദ്ധാത്മാവ. പരിശുദ്ധാത്മ പറഞ്ഞു തേരിനോട് ചേർന്നടക്ക. ഇങ്ങനെയോ വ്യക്തമാക്കി വേദപുസ്തകത്തിൽ പറയുന്നത്. താൻ ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ചുരുൾ ഷണ്ണനിരുന്ന് രഥത്തിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിക്കും, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും.
അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർമുളയ്ക്കുന്ന പോലെ വളരും. അവന് കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്ന വാക്യം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഫിലിപ്പോസിന് ഒരു ചോദ്യമുണ്ട്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു. പെട്ടെന്ന് ഒരു തലക്കനവും കൂടാ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജാടയും കൂടാ, ഫിലിപ്പോസിന്റെ മുഖത്തേക്ക് നോക്കി ഷണ്ണൻ തുറന്നു പറഞ്ഞൊരു സന്ദേശമുണ്ട്. ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഇത് ഗ്രഹിക്കാൻ കഴിയും? ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഇത് ഗ്രഹിക്കാൻ കഴിയും? ഇനി ഞാൻ 8-ാമത്തെ അധ്യായം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. ആരപേക്ഷിച്ചു? ഷണ്ണൻ അപേക്ഷിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഷണ്ണൻ ആരാ? ധനകാര്യ മന്ത്രിയാ. ഫിലിപ്പോസോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫിലിപ്പോസ് ഒരു സാധാരണ ഉപദേശിയ, ഒരു സുവിശേഷകൻ. നേരെ തിരിച്ചല്ലേ സംഭവിക്കണ്ടേ? സുവിശേഷകൻ അങ്ങോട്ടല്ലേ അപേക്ഷിക്കണ്ടേ, സാറേ തേരിലൊന്ന് കയറ്റിയിരുത്താമെന്ന്? പക്ഷേ സുവിശേഷകനോട് ഷണ്ണൻ ഇങ്ങോട്ട് അപേക്ഷിച്ചു, ദൈവദാസനെ തേരിലൊന്ന് കയറിയിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അർത്ഥം വിശദീകരിക്കുമ്പോൾ റിജോയ്സ് മിനിസ്ട്രിയിൽ ഈ പകൽ സഭായോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരും ആ വചനത്തിനു മുമ്പ് ഒരു ആമേൻ പറയട്ടെ. ലോകത്തിന്റെ അധികാരത്തെ വെല്ലുന്നതാണ് ദൈവം നമ്മിൽ പകർന്ന അഭിഷേകം. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ലോകത്തിന്റെ അധികാരത്തെ വെല്ലുന്നതാണ് ദൈവം നമ്മിൽ പകർന്ന അഭിഷേകം. അഭിഷേകം നമ്മുടെ മേലുണ്ടോ, അധികാരികൾ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. അഭിഷേകം നമ്മുടെ മേലുണ്ടോ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേലുണ്ടോ, ഈ ദിവസങ്ങളിൽ നിൽക്കുന്ന സകല പൈശാചിക മേഖലകളും നിനക്ക് മുമ്പിൽ മുട്ടുമടക്കും. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ പറ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അഭിഷേകമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്, അഭിഷേകമാണ് നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റുന്നത്, അഭിഷേകമാണ് ഈ തലമുറയിലും നമ്മെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഇശായിയുടെ കൂടാരത്തിനകത്ത് 7 പുത്രന്മാരെക്കാൾ ദാവീദിനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ പൊക്കമോ വണ്ണമോ അവന്റെ എന്തോ കഴിവോ അല്ല. ദാവീദിനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകമാണ്. ഇന്ന് ഈ പകലും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൈവസഭയോട് പറയുന്നു, ഈ തലമുറയിലും ദോഹയിലും നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് നിങ്ങളുടെ മേൽ വീണ അഭിഷേകമാണ്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ പാർക്കുന്ന ഇടത്ത്, നിങ്ങളുടെ സ്കൂളുകളിൽ, നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് നിങ്ങളുടെ മേൽ വീണ അഭിഷേകമാണ്. അഭിഷേകമാണ്. അഭിഷേകമുള്ളവന് മുമ്പിൽ അധികാരി പറയുക, തേരിൽ കയറിയിരിക്കും. ഇതാ തേരിൽ സ്തോത്രം ഫിലിപ്പോസ് കയറിയത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ആസ്പദീകരിച്ചുകൊണ്ട് ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ സ്നാനം എന്നൊരു വിഷയം. പക്ഷെ സുവിശേഷത്തിൽ എന്നുണ്ട്? സ്നാനമുണ്ട്. സുവിശേഷം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സ്നാനത്തെ കുറിച്ചും പറഞ്ഞു. സ്നാനത്തെ കുറിച്ചൊരു ബൈബിൾ ക്ലാസ് ഫിലിപ്പോസ് ഷണ്ണൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷണ്ണൻ നോക്കി പറയുന്നേ, ഇതാ വെള്ളം, സ്നാനമേൽപ്പാൻ എന്തു വിരോധം? പെട്ടെന്ന് ഫിലിപ്പോസ് പറഞ്ഞ വാക്ക്, പൂർണ്ണ ഹൃദയത്തെങ്കിൽ വിശ്വസിക്കുമെങ്കിലാകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും സ്നാനക്കുളത്തിൽ ഇറങ്ങി. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. വേദപുസ്തകം പറയുന്നത് ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയെന്നാൽ ഫിലിപ്പോസിനെ ആത്മാവെടുത്തുകൊണ്ടുപോയി. പിന്നെ അവനെ കണ്ട സ്ഥലം എവിടെയാണെന്നറിയോ? അസ്തോദില. പിന്നെ കണ്ട സ്ഥലം എവിടെയാണെന്നറിയോ? കൈസരിയ. അതുകൊണ്ട് ഫിലിപ്പോസിന്റെ ചരിത്രം തീർന്നോ പ്രിയപ്പെട്ടവരെ? ഇല്ല, ഫിലിപ്പോസിന്റെ ചരിത്രം തീർന്നില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ വീണ്ടും ഫിലിപ്പോസിനെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണമെന്നേ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സുവിശേഷകനാണ് അപ്പോസ്തലനായ പൗലോസ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാണ് അഗബോസ്. അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിൽ ബന്ധിക്കുമെന്ന് പ്രവചിച്ച പ്രവാചകൻ.
ദേശത്ത് ക്ഷാമം വരാൻ പോകുന്നു എന്ന് പ്രവചിച്ച പ്രവാചകൻ അതാണ് അഗബോസ്. യോഹൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ സുവിശേഷകൻ. അത് പൗലോസ് ആണെങ്കിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനാണ് അഗബോസ്. ഈ ദൈവദാസന്മാരെ കൂടാരത്തിനകത്ത് ഉൾക്കൊള്ളാൻ ഫിലിപ്പോസിന്റെ കൂടാരത്തെ ദൈവം ഒന്ന് വിശാലമാക്കി. ഇനി അടുത്ത ദൂതിൽ നിങ്ങൾ ആമേൻ പറയണം. ഫിലിപ്പോസിന് 4 പെൺമക്കളുണ്ട്. ദൈവത്തിന് എന്താ പറയുന്നറിയോ? പ്രവചിക്കുന്ന കന്യകമാരായ 4 പെൺതലമുറകൾ. ഞാൻ പറയുന്ന ദൂത് എല്ലാവരും ഗ്രഹിക്കണം കേട്ടോ. ആത്മനിറവിൽ സഞ്ചരിച്ചവന്റെ കുടുംബം പരാജയപ്പെടാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ആത്മനിറവിൽ മുൻപോട്ട് പോയവന്റെ തലമുറ വഴിയാധാരമാകാനും എന്റെ ദൈവം അപ്പൻ എവിടെയാണോ ശുശ്രൂഷ അവസാനിപ്പിച്ചത് അവിടെ തലമുറകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തു വരികയാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ആത്മാവിൽ നടത്തപ്പെടുന്ന മാതാപിതാക്കൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ തലമുറ വഴിയാധാരമാകില്ല, തലമുറകൾ തകർന്നു വീഴില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമേൻ പറ. ഫിലിപ്പോസ് ഒരു സുവിശേഷകനാണെങ്കിൽ മക്കൾ 4 പേരും പ്രവാചകിമാരെന്ന് മാത്രമല്ല വേദപുസ്തകം പറയുന്നത്, കന്യകമാരായ പ്രവാചകിമാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ലോകം മുഴുവൻ അഴുക്കിൽ കൂപ്പുകുത്തുമ്പോ ലോകക്കാരെ പോലെ മറ്റുള്ളവർ എല്ലാവരും ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോ അഴുക്കൊന്നും ലവലേശം ജീവിതത്തിനകത്ത് പടർത്താതെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കുന്ന ആത്മീയ തലമുറ, ശുശ്രൂഷ ചെയ്യുന്ന ആത്മീയ തലമുറ ഫിലിപ്പോസിന്റെ കൂടാരത്തിനകത്തുനിന്ന് പുറത്തു വന്നെങ്കിൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ആത്മനിറവിൽ അപ്പൻ സഞ്ചരിച്ചു. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നരാമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഞ്ചരിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്ക് മുമ്പിൽ സഞ്ചരിക്കുന്ന നമ്മുടെ തലമുറകൾ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി നിങ്ങൾ കേട്ടെ, ആത്മാവ് വിലക്കിയ പൗലോസ്, ആത്മാവ് പോകണമെന്ന് സമ്മതിക്കാത്ത അതേ പൗലോസ് ദൈവശബ്ദത്തിനനുസരിച്ച് ഫിലിപ്പി എന്ന് പറയുന്ന നഗരയിലേക്ക് തന്റെ ശുശ്രൂഷ വഴിതിരിയുമ്പോൾ നമുക്കറിയാം, അലക്സാണ്ടറിന്റെ അപ്പനായ ഫിലിപ്പിന്റെ പേരിനാൽ നാമകരണം ചെയ്യപ്പെട്ട പട്ടണമാണ് ഫിലിപ്പിയ എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണത്തിന് നടുവിൽ, പട്ടണത്തിന്റെ അങ്ങേ ഒരു ചെരുവിൽ ഒരു പർവ്വതമുണ്ട്. പർവ്വതത്തിന്റെ പേര് പാങ്കസ് എന്നാണ്. പാങ്കസ് പർവ്വതത്തിനകത്ത് നിന്ന് ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയുടെ പേര് സ്ട്രിമോൺ എന്നാണ്. ആ നദിയുടെ ശാഖയായി ഒരു പുഴയൊഴുകുന്നുണ്ട്. പുഴയുടെ പേര് ഗാംഗറ്റിസ് എന്നാണ്. ഗാംഗറ്റിസ് എന്ന് പറയുന്ന പുഴയുടെ അരികിൽ നിന്ന് പൗലോസ് ഇങ്ങനെ വചനം പറയാൻ തുടങ്ങി. എല്ലാവരും കേൾക്കുന്നെങ്കിലും പൗലോസിന്റെ പ്രസംഗത്തിൽ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഹൃദയം ദൈവം തുറന്നു. അങ്ങനെ തുയിതരിയ പട്ടണക്കാരത്തിയായ രക്താംബരം വിൽക്കുന്നവളായ ലുദിയ എന്ന് പറയുന്ന സഹോദരി വിശ്വാസത്തിൽ വരികയാണ്. പിന്നീട് ഞാൻ വിശ്വസിക്കുന്നത് വെളിച്ചപ്പാടത്ത് സ്ത്രീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്നു കാണാം. വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും നമുക്കെങ്ങനെ വിശ്വസിക്കാം. 3 കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വീടടക്കം സന്തോഷിച്ച് ദൈവകൃപയിൽ അവർ മുൻപോട്ട് വരികയാണ്. അതാണ് ഫിലിപ്പിയ ദൈവസഭയുടെ സ്ഥാപനം. അപ്പോസ്തലനായ പൗലോസിന്റെ 2ാമത്തെ സുവിശേഷ യാത്രയിൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് അതാണ് ഫിലിപ്പിയിലുള്ള ദൈവസഭ. ഇനി ഫിലിപ്പിയ ലേഖനത്തിന്റെ സവിശേഷതയിലേക്ക് ഞാൻ വേഗത്തിൽ ഓടിക്കേറുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം. ഫിലിപ്പിയ ലേഖനത്തിന്റെ സവിശേഷത പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലും 21 ലേഖനങ്ങളാണ്. 21 ലേഖനങ്ങളിൽ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ എഴുതിയത് പൗലോസിന്റെ ലേഖനങ്ങൾ ഈടുറ്റത, കരുത്തുറ്റത, ഏറ്റവും ഉത്കൃഷ്ടമാണ്. അത് പത്രോസ് തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങൾ 4 വിധ വീക്ഷണത്തിലാണ് പൗലോസ് തയ്യാറാക്കുന്നത്. 1 ക്രിസ്തു ശാസ്ത്രപരം, 2 രക്ഷാതത്വശാസ്ത്രപരം, 3 സഭാതത്വശാസ്ത്രപരം, 4 ഭാവികാലപരം. ഈ 4 വീക്ഷണത്തിലാണ് പൗലോസ് 14 ലേഖനങ്ങളും തയ്യാറാക്കുന്നത്. ഇനി ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചാൽ, ഫിലിപ്പിയ ലേഖനം പൗലോസ് എഴുതുന്നത് ക്രിസ്തു ശാസ്ത്രപരമായിട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഒരിക്കലും അത് മാഞ്ഞു പോകരുത്. ക്രിസ്തു ശാസ്ത്രപരമായിട്ടാണ് ഫിലിപ്പിയ ലേഖനം പൗലോസ് തയ്യാറാക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ 4 അധ്യായങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടെന്ന് എനിക്കറിയാം. 4 അധ്യായത്തിനകത്തും പൗലോസ് വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ പറ്റിയാണ്. 1-ാം അധ്യായത്തിൽ
ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിന്റെ സുവിശേഷം. 2-ാം അധ്യായത്തിൽ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിന്റെ മനസ്സ്. 3-ാം അധ്യായത്തിൽ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനം. 4-ാം അധ്യായത്തിൽ ദ പവർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിന്റെ ശക്തി. 1-ാം അധ്യായം 5-ാം വാക്യം ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. 2-ാം അധ്യായം 5-ാം വാക്യം ക്രിസ്തുവിന്റെ മനസ്സാണ്. വാക്യം നമുക്കറിയാം, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. 3-ാം അധ്യായം 8-ാം വാക്യം ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ്. 4-ാം അധ്യായം 13-ാം വാക്യം ക്രിസ്തുവിന്റെ ശക്തിയാണ്. അത് സഭ ഒന്നിച്ച് ആ വാക്യം എന്ന് പറയണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ശബ്ദം ഉയർത്തി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. 2025 നവംബർ മാസം 14-ാം തീയതി കർത്തൃസന്നിധാനം ആയിരിക്കുമ്പോൾ മറന്നുപോകാതെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടത്തോളം കൊണ്ടുവന്നത്, ഇവിടത്തോളം എത്തിച്ചത് നമ്മുടെ ബലമോ നമ്മുടെ കരുത്തോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ ശമ്പളത്തിന്റെ ആ ശ്രേഷ്ഠതയോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ റിജോയ്സ് മിനിസ്ട്രിയിൽ ഇന്ന് രാത്രിയിലും ഇന്ന് പകലും സഭായോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ ആത്മനിറവിൽ പറയണം, എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ എല്ലാ നന്മകൾക്ക് പിന്നിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരാമേൻ പറയാം. ഇനി 2-ാം അധ്യായത്തിൽ വീണ്ടും പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് വളരെ ആഴമായി എഴുതി നൽകുകയാണ്, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ പറ്റി. 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളിൽ. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ആവർത്തിക്കുന്നു, എനിക്കേറെ ആവേശം നൽകുന്ന വാക്യമാണത്. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നാം ആരാധിക്കുന്ന യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ. സന്തോഷം ഇല്ല എല്ലാവർക്കും? എല്ലാവരും കര ഉയർത്തി പറയണം, ഞാൻ ആരാധിക്കുന്ന യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. ഞാൻ ആ നാമത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി ദൈവസഭയ്ക്കൊന്ന് വിശദീകരിക്കാം. നിങ്ങളായിരിക്കുന്ന ദോഹയിൽ സ്തോത്രം, ആ മിനിസ്ട്രി ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, ആ ദോഹ, ആ രാജ്യത്തെ ഒന്ന് എടുത്ത് ആ രാജ്യത്തിനകത്ത് എല്ലാ നാമവും എടുത്തു വെക്കണം. എല്ലാ നാമം എടുത്തു വെക്കണം. എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ നാമങ്ങളും എടുത്തു വെക്കണം. സ്തോത്രം, നാം പാർക്കുന്ന നമ്മുടെ സ്വന്തം ദേശമായ ഇന്ത്യയിൽ, കേരളത്തിൽ എല്ലാ നാമവും എടുത്തു വെക്കണം. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ എല്ലാ നാമവും എടുത്തു വെക്കണം. 7 ഭൂഖണ്ഡങ്ങളിൽ, ദ്വീപുകളിൽ, ഉപദ്വീപുകളിൽ എല്ലാ നാമവും എടുത്തു വെക്കണം. എല്ലാ നാമവും എടുത്തു വെച്ചാലും അതിന്റെ താഴെക്കിടയിൽ കിടക്കുന്ന ഒരു നാമത്തെ അല്ല ഞാൻ ആരാധിക്കുന്നേ. എല്ലാ നാമവും എടുത്തു വെച്ചാലും അതിന്റെ മുകളിൽ പറയാൻ കഴിയുന്ന ഒരൊറ്റ കരുത്തുറ്റ ബലമുള്ള തികവുറ്റ നാമം, അതാണ് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം. ഞാൻ ഇന്ന് ഈ പകൽ ഈ നാമത്തെ ഇവിടെ ഉയർത്തുമ്പോ സകല പൈശാചിക നാമങ്ങളും, സകല വെല്ലുവിളിയുടെ നാമങ്ങളും, സകല പോരാട്ടങ്ങളുടെ നാമങ്ങളും, സകല രോഗനാമങ്ങളും യേശുവിന്റെ നാമത്തിൽ, ആ നാമത്തിനകത്ത് കീഴ്പ്പെടുകയാണ്. ഞാൻ എന്റെ തലപ്പാടിയിൽ, പുതുപ്പള്ളിയിൽ തലപ്പാടിയിൽ എന്റെ വീടിനകത്തിരുന്ന ശുശ്രൂഷിക്കുന്നേ. പക്ഷെ നിങ്ങളായിരിക്കുന്ന ഇടത്ത നാമത്തിന്റെ കരുത്ത് ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടത് തിരിച്ചറിയാൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇവിടെയാ പ്രസംഗിക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഈ പകൽ എനിക്കിപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ആ നാമം ഇപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പറ, ആ നാമം ഇന്ന് രാത്രി, ഇന്ന് പകൽ ചിലരെ തൊടട്ടെ. ആ നാമം ചില കെട്ടുകൾ പൊട്ടിക്കട്ടെ. ആ നാമം ചില കെട്ടുകൾ അടിച്ചു മാറ്റട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് അടിച്ച്
Oh Rabakata, Ribala Kata, Masakati Niara, Ramatana Baba, Shiatal Kabara Katasi, Yeshuin Adigaramula Namati, Ningalainik in the hall in Agata Namam, Chile Tudigaya, and the Stigal Padia Pada, Karta in the Bagal Tutugodikaya, and the Kandinata Yudata, Levat in the Karam in the Bagal Chanika Padan Bogaya, Vishasik in the Rondang, Chel, the Ramimbara, Nanipo Parani, walking at Parani, തലമുറകൾക്കകത്ത് ചില സൗഖ്യങ്ങൾ ഈ നാമം ഇന്നു പകൽ നൽകിക്കൊണ്ടിരിക്കുകയാ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ മഹത്വമായ ഇടപെടൽ ചില കുടുംബങ്ങളിൽ ഇപ്പോ സൗഖ്യമാക്കി, ആ യേശുവിന്റെ നാമം ഇപ്പോ സൗഖ്യമാക്കി ചിലരെ മാറ്റുകയാ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആ നാമമാണ് നമ്മുടെ സ്ഥിതി മാറ്റിയത്, ആ നാമമാണ് നമ്മുടെ കെട്ടടിച്ചത്, ആ നാമമാണ് നമ്മെ സ്വതന്ത്രമാക്കിയത്, ആ നാമമാണ് രക്ഷയുടെ സന്തോഷം നൽകുന്നത്, ആ നാമമാണ് പാപത്തിന്റെ അഗാധ കൂപത്തിൽ നിന്ന് നമ്മെ വിളിച്ചു കെട്ടിയത്, വലിച്ചു കെട്ടിയത്. ആ നാമമാണ് നമ്മെ രക്ഷപ്പെടുത്തിയത്. ഞാൻ വളരെ ശക്തമായിട്ട് ദൈവാത്മാവിന്റെ നിറവിൽ ആ സാന്നിധ്യം അനുഭവിക്കുക. നിങ്ങളത് അനുഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നാമത്തിന്റെ കരുത്ത് ചിലവിൽ ഇപ്പോൾ ഇറങ്ങുന്നു, ആ നാമത്തിന്റെ ശ്രേഷ്ഠ ചിലവിൽ ഇപ്പോൾ ഇറങ്ങി വരികയാ. ഈ ദോഹയിൽ ഇന്ന് ഈ റിജോയ്സ് മിനിസ്ട്രിയിൽ നിങ്ങൾ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ ഏതൊക്കെ വിഷയത്തെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെട്ടാണോ ഈ യോഗത്തിനകത്ത് വന്നിരിക്കുന്നത്, ആ നാമത്തിന് പരിഹരിക്കാൻ കഴിയാത്തോ ഏതൊരു മേഖലയുമില്ല. ആ നാമം ഏത് മേഖലയും പരിഹരിക്കുന്ന നിങ്ങളുടെ ശാരീരിക മേഖല, നിങ്ങളുടെ മാനസിക മേഖല, നിങ്ങളുടെ ഭൗതിക മേഖല, നിങ്ങളുടെ ആത്മീയ മേഖല, ഇതിനെല്ലാം ഏതൊക്കെ മേഖലയ്ക്കകത്താണോ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ മേഖലയിലേക്കെല്ലാം ആ നാമത്തിന്റെ പരിഹാരം ഇറങ്ങി വരികയാ. ഉദയ മനയ സംഭവ ജഗൽഖരാദി. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ദൂതിന് മുമ്പിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 24 മണിക്കൂർ, 48 മണിക്കൂർ ജീവന് പിഴ പറഞ്ഞ്, ഇത്രയും മണിക്കൂർ അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ കേട്ടോ, 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാം എന്നൊക്കെ പറഞ്ഞ് ആയുസ്സിന് സ്തോത്രം മുൻപോട്ട് പോകാൻ കഴിയാത്ത മേഖലയിൽ ആയിരുന്ന ഇടത്ത് ആ നാമം ഇറങ്ങി വന്ന് നമ്മെ സൗഖ്യമാക്കിയില്ലേ? എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഹുഡയ മനയ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ നാമം ചിലരെ തൊടുകയാണ്. എനിക്ക് മുമ്പോട്ട് കാര്യങ്ങൾ പറയും, പക്ഷെ കർത്താവിനോട് വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. ആ നാമം ഇന്ന് പകൽ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ആരെയും ശ്രദ്ധിക്കരുത് കേട്ടോ. ആ നാമം നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ മേൽ ആ നാമം ഇന്ന് പകൽ ചലിക്കുക. യേശുവിന് ഞാനിത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ കർത്താവിനോട് പറയുന്നു, പ്രത്യക്ഷത്തിൽ ചില സൗഖ്യം ആ നാമം ചിന്തമേൽ ഇപ്പോൾ വിളിച്ചു വരുത്തുകയാ. എന്റെ പേര് ഷിജോ എന്നാണ്. സണ്ണി എങ്കിലിന് നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ നിങ്ങൾക്കറിയാം, പക്ഷെ എനിക്ക് എല്ലാവരുടെയും പേരുകൾ അറിയില്ല. ഷിജോ എന്ന് നിങ്ങൾ 100 പ്രാവശ്യം വിളിക്ക്, 100 പ്രാവശ്യം ഒരു പേപ്പർ എടുത്ത് എഴുത്, ഷിജോ 100 പ്രാവശ്യം നിങ്ങൾ വിളിക്ക്. ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായി. നിങ്ങളുടെ ശബ്ദം അടയുന്നതല്ലാതെ, നിങ്ങളുടെ പേനയിലെ മഷി തീരുന്നതല്ലാതെ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകില്ല. പക്ഷെ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന യേശു, ഹല്ലേലൂയ, ആ നാമത്തെ നിങ്ങൾ വിളിക്ക്, ആ നാമത്തിൽ നിങ്ങളുടെ ഹൃദയം കൊടുക്ക്, നിങ്ങളെ തന്നെ സമർപ്പിക്കുക നാമത്തിനു മുമ്പിൽ. ആ നാമം ഇന്ന് പകച്ചിരുന്നത് പരിഹരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് കർത്താവ് വളരെ ശക്തമായിട്ട് ഇടപെടുന്നു. ആ ചില വിഷയങ്ങൾക്കകത്ത് എല്ലാവർക്കും വിഷയമുണ്ട്, പക്ഷെ ഈ ദിവസങ്ങൾ പരിഹരിക്കപ്പെടേണ്ട ചില ആഴമുള്ള വിഷയങ്ങളുമാണ്.
ദൈവസന്നിധിയിൽ ഇന്ന് പകൽ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന കടമയിൽ ആ നാമത്തിന്റെ പരിഹാരം വെളിപ്പെട്ടു വരാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്വീകരിച്ചു. സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കൽ ഒരു മനുഷ്യൻ അവനെ കൊണ്ടുവന്നിരുത്തുന്നു എന്നാണ് വചനം പറയും. കൊണ്ടുവന്ന് ചുമക്കുന്നവർ കൊണ്ടുവന്നവനെ ഇരുത്തുന്ന സമയത്ത് പത്രോസും യോഹന്നാനും ആ വഴി കൂടെ നടന്നു വരികയാണ്. വഴി കൂടെ നടന്നു വരുമ്പോൾ ആ വ്യക്തി പത്രോസിന്റെയും യോഹന്നാന്റെയും മുഖത്തേക്ക് നോക്കി വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചു. പത്രോസും യോഹന്നാൻ നടന്നു കഴിയുമ്പോ ആ വ്യക്തിയുടെ ആകാംക്ഷ വർദ്ധിച്ചു. വല്ലതും തീർച്ചയായും വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ കൈ നീട്ടുമ്പോ പത്രോസ് വായ തുറന്ന് വിളിച്ചു പറഞ്ഞു, പൊന്നു വെള്ളി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരും. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോ അവന്റെ ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി മുറച്ച് അവൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ പ്രവേശിച്ചു എന്ന വചനം മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിന്റെ ശക്തി അത്രയ്ക്കും വലുതാണ്. 40 വയസ്സുള്ള വ്യക്തി, ഗർഭത്തിലെ മുടന്തനായ വ്യക്തി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് താൻ നടന്നപ്പോ ആ ദേശത്തിന് താൻ ഒരു വിസ്മയമായി മാറി. ഇത് നിങ്ങൾ കേട്ടോണം. ഇതിനെ തുടർന്ന് ധാരാളം തർക്കങ്ങൾ ഉണ്ടായി. മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, അന്നത്തെ മതയധ്യക്ഷന്മാർ പത്രോസിനെ വിളിച്ചു ചോദിച്ചു, ഇതേത് നാമത്തിലാണ് നിങ്ങൾ ചെയ്തത്? ഒത്തിരി ചർച്ചകൾ നടന്നു. ഒടുവിൽ 4-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, 4-ാം അധ്യായത്തിൽ ഇവരെ ഒന്നിച്ച് വിസ്താരം ചെയ്യുന്ന സമയത്ത് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, യേശുവിന്റെ നാമം ഇനി മിണ്ടിപ്പോകരുത് കേട്ടോ, യേശുവിന്റെ നാമത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി നിങ്ങൾ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്യുമ്പോ പത്രോസ് വായ തുറന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. വീട് പണിയുന്നവരാരാണ്? ഇസ്രായേലാണ്. തള്ളിക്കളഞ്ഞ കല്ലേതാണ്? കർത്താവ് യേശുക്രിസ്തുവാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പത്രോസ് വായ തുറന്ന് അവരെ നോക്കി പറയുന്ന വാക്ക്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു അല്ലാതൊരു നാമമില്ല. കേട്ടോ പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിപ്പാൻ, രക്ഷ നേടാൻ വേറൊരു നാമമില്ല പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിന്റെ നാമം എന്നേക്കുമുള്ള രക്ഷ നൽകുന്ന, നിത്യരക്ഷ നൽകുന്ന ആ നാമത്തിന്റെ കരുത്ത് ഇന്ന് നമുക്ക് ക്ഷണമേൽ വ്യാപരിക്കട്ടെ. ആ നാമം രക്ഷ നൽകുന്ന നാമമാണ്, വിടിവിക്കുന്ന നാമമാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അവർ യെരിഹോയിലൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാം, തിമായിയുടെ മകനായി ബർത്തിമായി ആ വഴിയരികിലിരിക്കുക. യേശുവിന്റെ കൂടെ ആൾക്കാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പുരുഷാരത്തിന്റെ നല്ല ബഹളങ്ങൾ, നല്ല ആരവാരങ്ങൾ ഒക്കെയുണ്ട്. ഈ കേൾവി കേട്ടുകൊണ്ട് എനിക്ക് കണ്ണു കാണാൻ കഴിയില്ല. തിമായിയുടെ മകനായി ബർത്തിമായി അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, ഇതുവഴി ആരാ കടന്നു പോകുന്നേ? പെട്ടെന്ന് ചോദ്യം കേട്ടവൻ മറുപടി പറഞ്ഞു, നസ്രയനായ യേശു ഇതുവഴി കടന്നു പോകുകയാ. പെട്ടെന്ന് അവൻ വിളിക്കാൻ തുടങ്ങി, നസ്രയനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ തിമായിയുടെ മകൻ ബർത്തിമായി വിളിക്കാൻ തുടങ്ങിയപ്പോ എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് വചനം. വിളിക്കടാ, ഒന്നുകൂടെ ശബ്ദം ഉയർത്തി വിളിക്കുക, യേശുവെ എന്ന് വിളിക്കുക എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചോ? ഇല്ല. അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു, നീ അങ്ങനെ വിളിക്കരുത്, അവന്റെ വായെ തപ്പിപ്പിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നേ. നിന്റെ ശബ്ദം ഞങ്ങൾക്ക് അരോചകമാണ്, യേശുവെ എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് അരോചകമാണ്. അന്നും ഇന്നും അങ്ങനെയല്ലേ പോരാട്ടം? എവിടെയും പോകാം, ഏത് സ്ഥലം സന്ദർശിക്കാം, ഏത് പുണ്യസ്ഥലത്തും പോകാം, പക്ഷേ യേശുവെ എന്ന് വിളിക്കരുത്. വിളിച്ചാൽ അപ്പം തടസ്സം ഉണ്ടാകും, അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ ആ പ്രതികൂലത്തെ കണ്ടുകൊണ്ട് തിമായിയുടെ മകനായി ബർത്തിമായി വായടച്ചു പിടിച്ചു എന്നല്ല വചനം. അവൻ യേശു അതുവഴി പോകുന്ന സമയത്ത് അവൻ ഉറക്കെ അധികം നിലവിളിച്ചു എന്ന, അധികം നിലവിളിക്കുന്ന സമയത്ത് യേശുവിടെ നിന്നെന്ന വചനം. നിന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കൂടെ എപ്പോഴും ശിഷ്യന്മാരുണ്ട്, യേശുവിന്റെ ചുറ്റും
ആരമാണ്, നല്ല ആരവാരമല്ലേ? പക്ഷെ യേശുവെ എന്ന് ആരോ തന്നെ വിളിച്ച വിളിക്കകത്ത് യേശു ആ എരികോവിൽ നിന്നു എന്ന് വചനമുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ഇന്ന് ഈ പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഹൃദയത്തിന്റെ ആഴത്തിൽ എന്റെ വിഷയത്തിനകത്തൊരു വിടുതൽ ഉണ്ടാകണം, എന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു വിടുതൽ ഉണ്ടാകണം എന്ന് ഹൃദയംഗമായി ആരൊക്കെ യേശുവിനെ വിളിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടിയെല്ലാം നസ്രയൻ പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരാമേൻ പറ. യേശു പറയുന്ന വാക്കെന്തെന്നറിയോ? അവനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. പ്രതിസന്ധി ഉള്ളപ്പോൾ തന്നെ അതിനെ അവഗണിച്ച് അതിനെ മാറ്റി നീ നിലവിളിച്ചില്ലേ? അവനെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. യേശുവിന്റെ അടുക്കിലേക്ക് അവൻ തപ്പിത്തടഞ്ഞു വരുമ്പോ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് വേണ്ടി ഈ പ്രതിസന്ധിയുടെ നടുവിൽ നീ എന്നെ വിളിച്ചില്ലേ? ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തത്? ഉടനെ അവൻ വായ തുറന്ന് പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കും, എനിക്ക് കാഴ്ച പ്രാപിക്കണം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നരാമേ. ഇന്ന് പകലും യേശുവിനെ വിളിച്ചവരാലും ലജ്ജിച്ചു പോയിട്ടില്ല. യേശുവിനെ സത്യസന്ധമായി വിളിച്ചവരാലും ലജ്ജിച്ചു പോയില്ല. ഞാൻ ഇത് ദൂത് പറഞ്ഞ് പരിശുദ്ധ ശക്തമായിട്ട് ദൈവസഭയോട് പറയാൻ പറയുന്നു. ധൈര്യമായിട്ട് നമുക്ക് അനുധാവനം ചെയ്യാൻ, ധൈര്യമായിട്ട് നമുക്ക് സേവിക്കാൻ കൊള്ളാവുന്ന ശക്തനായ, ആർക്കും ഒരു കുറവും പറയാൻ കഴിയാത്ത യേശുവിനെയാണ് നാം ഇന്ന് പകൽ ആരാധിക്കുന്നത്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയാം. യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമം. ഞാൻ അടുത്ത വാക്ക് എങ്ങനെ വിശദീകരിക്കുമെന്ന് എനിക്കറിയില്ല, സമയം പോകുന്നു. എങ്കിലും ഞാൻ ചില വാക്കുകൾ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഇനി ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരുമ്പോ പൗലൂസിന്റെ 6 ആഗ്രഹങ്ങൾ, ഞാൻ 6 ആഗ്രഹങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. 6 ആഗ്രഹങ്ങൾ, പൗലൂസിന്റെ 6 ആഗ്രഹങ്ങൾ. എന്താ പൗലൂസിന്റെ 6 ആഗ്രഹങ്ങൾ? 6 ആഗ്രഹങ്ങൾ ഈ 3-ാം അധ്യായം 9, 10, 11 അതിനെ തുടർന്ന് 21-ാം വാക്യത്തിലുണ്ട്. 1, ക്രിസ്തുവിനെ നേടണം. 2, ക്രിസ്തുവിൽ ഇരിക്കണം. 3, ക്രിസ്തുവിനെ അറിയണം. 4, ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവിനെ അനുഭവിച്ചറിയണം. 5, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കണം. 6, എനിക്ക് അവന്റെ മഹത്വം പ്രാപിക്കും. കേൾക്കുന്നുണ്ടോ? 6 ആഗ്രഹങ്ങൾ. എന്താ ആഗ്രഹം? പൗലൂസേ, നിങ്ങളുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ പൗലൂസ് പറയും, എനിക്ക് ക്രിസ്തുവിനെ നേടണം, ക്രിസ്തുവിൽ ഇരിക്കണം, ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവിനെ അനുഭവിക്കണം. 5, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. 6, നമ്മുടെ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. എനിക്കവന്റെ മഹത്വം അറിയണം, എനിക്കവന്റെ മഹത്വം തിരിച്ചറിയണം. ഓരോ ആഗ്രഹങ്ങളും വിശദീകരിക്കാൻ സമയം ഒത്തിരി വേണം. എങ്കിലും ഷോർട്ടായിട്ട് ഞാൻ 1-ാമത്തെ ആഗ്രഹം ഒന്ന് വിശദീകരിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. 1-ാമത്തെ ആഗ്രഹം ക്രിസ്തുവിനെ നേടണം. പൗലോസ് പറയാം, എനിക്ക് ക്രിസ്തുവിനെ നേടണം. എന്താ ക്രിസ്തുവിനെ നേടുക എന്ന് പറഞ്ഞാൽ? രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മേൽ സംഭവിച്ചതെന്നറിയോ? രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മേൽ സംഭവിച്ചത് ക്രിസ്തു നമ്മെ നേടിയത്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന്. രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് ക്രിസ്തു നമ്മെ അങ്ങ് നേടി. ഇനി നാം ചെയ്യേണ്ടത് എന്താണ്? ക്രിസ്തുവിനെ നേടുക എന്ന് പറയുന്നത് എന്താർത്ഥം? ക്രിസ്തുവിന്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ, ക്രിസ്തുവിന്റെ സ്വഭാവ വൈശിഷ്ട്യതകൾ നമ്മുടെ അകത്തേക്ക് പകർത്തുക. അതാണ് ക്രിസ്തുവിനെ നേടുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എല്ലാവരും കേൾക്കണം. ക്രിസ്തുവിനെ നേടണമെങ്കിൽ നാം ചിലത് ഉപേക്ഷിച്ചേ മതിയാവും, നാം ചിലത് വിട്ടുകളഞ്ഞേ മതിയാവും. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ച തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒന്നിനെ ത്യജിക്കാതെ ഒന്നിനെ അനുഗമിപ്പാൻ പറ്റില്ല. ഇനി അബ്രാമിനോട് ദൈവം പറഞ്ഞില്ലേ, അബ്രാമേ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്
പുറപ്പെടുക. ഒന്നിനെ വിടാതെ ഒന്നിനെ പിന്തുടരാനും പറ്റില്ല. അപ്പൊ ക്രിസ്തുവിനെ നേടണമെങ്കിൽ ചിലത് ഉപേക്ഷിച്ചേ മതിയാവും. ക്രിസ്തുവിനെ നേടാൻ പൗലൂസ് എന്താണ് ഉപേക്ഷിച്ചത്? 3-ാം അധ്യായം തന്നെ നിങ്ങൾ വായിച്ചാൽ പൗലൂസ് അത് വ്യക്തമാക്കുന്നുണ്ട്. 4-ാം വാക്യത്തിൽ, എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. എന്നിട്ട് പൗലൂസ് പറയുക, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ, ന്യായപ്രമാണ സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അടുത്ത വാക്യം നിങ്ങൾ നന്നായി നോക്കണം. എങ്കിലും എനിക്ക് ലാഭമായൊന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അടുത്ത വാക്യം, അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് ശേഷ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. നാം വായിച്ച കുറുവാക്യത്തിൽ 3-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ അവസാനം പൗലൂസ് പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. യേശുവിനെ നേടാൻ പൗലൂസ് ഉപേക്ഷിച്ച വസ്തുത നിങ്ങൾ കണ്ടേ? പൗലൂസ് മാറ്റിവെച്ച അനുഭവങ്ങൾ നിങ്ങൾ കണ്ടേ? യേശുവിനെ നേടാൻ തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും വിലയുള്ളെന്ന് കണ്ടതല്ല. യേശുവിനെ കണ്ട മാത്രയിൽ അതിനെയെല്ലാം വില കുറച്ച് താൻ ഛേദമെന്ന് ചവറെണ്ണുകയാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ശക്തമായിട്ട് നമ്മോട് ഇടപെടുക. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, യേശു ക്രിസ്തു എന്ന രത്നക്കല്ല് കണ്ട മാത്രയിൽ കയ്യിൽ കരുതിയിരിക്കുന്ന മുഴുവൻ ചരൽക്കല്ലെന്ന് പൗലൂസിന് മനസ്സിലായി. കേൾക്കുന്നുണ്ടോ? യേശു എന്ന് പറയുന്ന അതിസുന്ദരമായ അതിശ്രേഷ്ഠനായ ദൈവത്തിന്റെ മഹത്വം തന്നെ കണ്ട മാത്രയിൽ കയ്യിൽ കരുതിരിക്കുന്ന ഇസ്രായേൽ ജാതിക്കാനെന്നും ബെന്യാമിൻ ഗോത്രക്കാനെന്നും പറയുന്ന 7 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനെല്ലാം താൻ വിലയുള്ളതായി കണ്ടതാ. ഒരു കാലഘട്ടത്തിൽ വിലയുള്ളതായി കണ്ടതാ. പക്ഷെ യേശുവിനെ കണ്ട മാത്രയിൽ അതിനെല്ലാം ചവറെന്നെണ്ണി, അതിനെല്ലാം ഛേദമെന്നെണ്ണി. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ യേശുവിനെ നേടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു, നാം ചിലതിനെ തള്ളിക്കളഞ്ഞേ മതിയാകൂ, നാം ചിലതിനെ ഉപേക്ഷിച്ചേ മതിയാകൂ. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരാമേൻ പറയാം. ഒന്നിനെ വിടാതെ ഒന്നിനെ അനുഗമിപ്പാൻ കഴിയില്ല, ഒന്നിനെ ത്യജിക്കാതെ ഒന്നിനെ പിന്തുടരാൻ കഴിയില്ല. രണ്ടും കൂടെ നടക്കില്ല. യേശുവിനെ നേടണമെങ്കിൽ ചിലർക്ക് വിട്ടുകളയണം, ചിലർക്ക് ഉപേക്ഷിക്കണം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരാമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. യേശുവിനെ നേടിയെടുക്കാൻ ഈ തലമുറയിലും പരിശുദ്ധാത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നാം വിലപിടിപ്പുള്ളെന്ന് കരുതിയതൊക്കെ കർത്താവ് നിമിത്തം ഉപേക്ഷിച്ചാൽ അതൊരു നഷ്ടമല്ല, അതൊരു നഷ്ടമല്ല. ഇവിടെ നാം നഷ്ടം സഹിക്കുന്നു എന്ന് വിചാരിച്ചാലും കർത്താവിന്റെ വരവിൽ തേജസ്സിന്റെ ആ അനുഭവം നാം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, അത് തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി കർത്താവിന്റെ സ്തോത്രം ചെയ്യും. എല്ലാ കണ്ണും അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഉടയ മനയ ശാന്തൽക്കര അർദ്ധല ജഗൽക്കരാദയ. യേശുവിനെ നേടാൻ ഈ തലമുറയിൽ യേശുവിന് വേണ്ടി നിൽക്കാൻ എന്നെ ഒന്ന് പ്രാപ്തീകരിക്കണം, എന്നെ ഒന്ന് ബലപ്പെടുത്തണം. ഉടയ റഗറ്റസി. എല്ലാ കണ്ണുകളും അടച്ച് ദോഹയിലുള്ള ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിന്റെ കരുത്ത് ഇന്ന് പകൽ ചിലരുടെ മേൽ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിന്റെ കരുത്ത് ചിലരുടെ മേൽ വ്യാപരിക്കുക. ഓറാബ ശബ്ദൽ കമ. ഞാൻ വെറുതെ പറയല്ല, ഞാൻ വളരെ ശക്തമായിട്ട് ആ സാന്നിധ്യം അനുഭവിക്കുക. നിങ്ങളും ആ സാന്നിധ്യം അനുഭവിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുക. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്ക് കീഴ്പ്പെടുക. പരിശുദ്ധാത്മാവ് പറയുന്ന ഇടത്തേക്ക് മാത്രം പുറപ്പെടുക. ദൈവശബ്ദങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്യുക. ദൈവശബ്ദം അനുസരിച്ച് തീരുമാനമെടുക്കുക. നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, നമ്മുടെ സ്വന്തം താല്പര്യത്തിൽ ഊന്നാതെ, ദൈവം എന്തെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ദൈവശബ്ദത്തിനകത്ത് നമുക്കൊന്ന് തിരിയാം. ആസിയിൽ പ്രസംഗിക്കേണ്ട, മിഥുനയിൽ പ്രസംഗിക്കേണ്ട, ഫിലിപ്പോസെ ഗസയ്ക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ദൈവദാസന്മാർ അത് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ അവർ ദൈവശബ്ദം അനുസരിച്ച് തിരിച്ചപ്പോൾ
നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഈ ദിവസം കർത്താവ് ശക്തമായിട്ട് പറയും, ദൈവശബ്ദങ്ങൾക്ക് വില കൊടുക്കുക. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര. ആ താഴ്വരയുടെ നടുവിലേക്ക് യെഹെസ്കേലിനെ ദൈവം നടത്തുമ്പോ, എന്തിനാണ് ദൈവമേ അസ്ഥിത്താഴ്വരയിലേക്ക് എന്നെ നയിക്കുന്നത്? ഒത്തിരി ചോദ്യമുണ്ട്. പക്ഷെ പറഞ്ഞ ദൈവമാണെങ്കിൽ അനുസരിച്ചേ മതിയാകൂ. ദൈവശബ്ദം അനുസരിച്ച് അസ്ഥിത്താഴ്വരയിലേക്ക് നടന്നീങ്ങുമ്പോ അധികം താമസിയാതെ അസ്ഥിയോട് ചേർന്ന് വന്ന് ആത്മാവിന്റെ സാന്നിധ്യം ആ അസ്ഥിയിലേക്ക് പകർന്ന് അതെല്ലാം എഴുന്നേറ്റൊരു സൈന്യമായി നിവർന്നു നിന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പകച്ചവരോട് വരിക. എന്തിനാണ്? ദൈവശബ്ദം കേട്ടിട്ടാണല്ലോ ഞാൻ ആ ജോലിയിലേക്ക് പ്രവേശിച്ചേ. ദൈവശബ്ദം കേട്ടിട്ടാണല്ലോ ഞാൻ ആ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ചേ. ദൈവശബ്ദം കേട്ടിട്ടാണല്ലോ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചേ. കർത്താവ് ഇപ്പോഴും വല്ലാത്ത ഞെരുക്കങ്ങളാണല്ലോ, ഇപ്പോഴും വല്ലാത്ത ഭാരങ്ങളാണല്ലോ. ദൈവശബ്ദം ഇല്ല, തെറ്റിപ്പോയിട്ടില്ല. ആ പ്രതിസന്ധിക്കകത്ത് ഉറച്ചു നിൽക്ക്. കർത്താവ് ചില മറുപടികളെ നമുക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇരു കാര്യങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിന്റെ ശക്തി. നിങ്ങളെ ആരെയും എനിക്ക്, സഭയിലിരിക്കുന്ന ആരെയും എനിക്ക് നന്നായി കാണാൻ പറ്റില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ നന്നായി കാണാം. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നിങ്ങളെ തൊടുകയാണ്. യേശുവിന്റെ നാമം. ദൈവസഭയ്ക്കകത്ത് ഈ പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവിന്റെ നാമത്തിന്റെ കരുത്ത് അത് ഇന്ന് പകൽ സ്പഷ്ടമായി ചിലരുടെ മേൽ ഇറങ്ങി വരിക. ആ രോഗങ്ങൾ അഴിയട്ടെ, ആ നിരാശയുടെ മൂടുപടങ്ങൾ പൊട്ടട്ടെ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നാളുകളായി നിങ്ങളെ അലട്ടുന്ന ആ രോഗബന്ധനങ്ങൾ ആ നാമത്തിനകത്ത് പൊട്ടുക. യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇപ്പോ റിജോഗീസ് ദൈവസഭ ദൈവശബ്ദത്തിനനുസരിച്ച് യാത്ര ചെയ്യുക. ദൈവത്തിന്റെ വാക്ക് കേട്ട് യാത്ര ചെയ്യുക. തകരില്ല. തകരുമെന്ന് പിശാച് പറയുമായിരിക്കാം, തകരുമെന്ന് ലോകം മനുഷ്യർ പറയുമായിരിക്കാം. പക്ഷെ ദൈവശബ്ദം അനുസരിച്ച് യാത്ര ചെയ്താൽ തകരാൻ ദൈവം അനുവദിക്കത്തില്ല, മുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല. അക്കരെ എത്തിക്കാമെന്ന് അവന്റെ സന്ദേശമാണെങ്കിൽ തീർച്ചയായും അവൻ അക്കരെ എത്തിച്ചിരിക്കും. ഞാൻ ഇപ്പോൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വിശേഷിച്ച് സന്യഹങ്ങളിലേക്ക് കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ദൈവസഭയിലെ ഓരോ വിശ്വാസ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഈ സൂമിൽ കർത്താവ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിന്റെ കരുത്ത് അവരുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ, ജയം കൊടുത്താട്ടെ, അത്ഭുതം ചെയ്താട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ചതിന് നന്ദി. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ആമേൻ. സഭയായിട്ടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.